ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്ന് രണ്ടാമത്തെ നോമ്പാണ് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ നമ്മുടെ ഫസ്റ്റ് നോമ്പിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടുന്നുണ്ട്, പോയിട്ട് കാണണേ. അപ്പോൾ ഇന്ന് രണ്ടാമത്തെ നോമ്പാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കറിക്ക് വേണ്ടിയിട്ട് മീൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അയിലയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ഇന്ന് റെഡിയാക്കുന്നില്ല. അപ്പം നാളെ ഇത് വെച്ചിട്ട് അയില വെച്ചിട്ട് നല്ലൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അത് എന്താണെന്ന് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പം ഞാൻ അയില എടുത്ത് നമ്മൾ ബോക്സിലൊക്കെ വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് നാളത്തേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അതിനുള്ള മുട്ട ഞാൻ പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കറി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള മസാലയെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ മുട്ട റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആയിഷയൊക്കെ ഇന്ന് പനി ആയതുകൊണ്ട് സ്കൂളിൽ പോയിട്ടില്ല. ആലി ഇല്ലാത്തതുകൊണ്ട് ബോറടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മുട്ട തോല് പൊളിക്കാനുള്ള ഒരു ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട് ആൾക്ക്. അപ്പോൾ ആൾ വളരെ ആവേശത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഒരു മുട്ട പൊളിക്കാൻ തന്നെ ഏകദേശം 1/4 മണിക്കൂറായപ്പോൾ ഞാൻ മെല്ലെ പറഞ്ഞു ബാക്കി ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് നമ്മളെ സിസ്റ്ററിനെ ആ ഡ്യൂട്ടി ഏൽപ്പിച്ച്. അപ്പോൾ അവൾ ഉമ്മാനെ വീഡിയോ കോൾ വിളിച്ചുകൊണ്ട് നമ്മളെ മുട്ടയൊക്കെ പൊട്ടിച്ച് തോലൊക്കെ പൊളിച്ച് റെഡിയാക്കി തന്നിട്ടുണ്ട്. അങ്ങനെ മുട്ടയൊക്കെ റെഡിയായപ്പോഴത്തേക്കും ഞാൻ നമ്മുടെ ഉള്ളി തക്കാളി മസാലയൊക്കെ ഒന്ന് വഴറ്റി റെഡിയാക്കി. പിന്നെ നമ്മളെ പുഴുങ്ങിയ മുട്ട അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല അടിപൊളി ഒരു മുട്ടക്കറി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പത്തലാട്ടോ ഉണ്ടാക്കുന്നത്. ഇന്നലെ ചോറാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്ന് എന്തായാലും പത്തൽ ഉണ്ടാക്കണം. അപ്പോൾ പത്തലിന് നല്ല കോമ്പിനേഷനായിട്ടുള്ള ഒരു കറിയാട്ടോ ഇത്. അപ്പം ഇനി അടുത്തത് കറി അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്നാക്സിൻ്റെ പരിപാടി നോക്കണം. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ മുതലേ പ്ലാൻ ചെയ്തിട്ടുള്ളത് കായട ഉണ്ടാക്കണം എന്നാണ് കേട്ടോ. അപ്പോൾ കായട ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഒന്ന് കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണണേ. അപ്പോൾ കായട ഉണ്ടാക്കാനുള്ള പഴം വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ കുറച്ച് പഴുപ്പ് കൂടിപ്പോയിട്ടുണ്ടായിരുന്നേ. അപ്പം അത് അധികം പഴുത്ത പഴം വെച്ചിട്ട് കായട ഉണ്ടാക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്നൊരു നല്ല പഴം കട്ട്ലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ പഴം ഇതുപോലെ 4ആയി കീറി ചെറുതായി മുറിച്ച് നമ്മൾ പാനിലേക്ക് കുറച്ചൊരു 2 ടീസ്പൂണോളം നെയ്യ് ആഡ് ചെയ്ത് നമ്മൾ കട്ട് ചെയ്ത പഴം മാക്സിമം ചെറുതായിട്ട് പഴം കട്ട് ചെയ്താൽ കൂടുതൽ ഈസി ആയിരിക്കും. അതുകൊണ്ട് കട്ട് ചെയ്ത പഴം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പഴം കട്ട്ലേറ്റ് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഫസ്റ്റ് ഉണ്ടാക്കിയ ഒരു ഐറ്റമാണ് കേട്ടോ ഈ പഴം കട്ട്ലേറ്റ്. അതും എൻ്റെ ചാനലിലുണ്ട്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, ഒന്ന് പോയിട്ട് കാണണേ. അതിലേക്ക് ഒരു 2-3 സ്പൂൺ പഞ്ചസാര, പഴത്തിൻ്റെ മധുരം അനുസരിച്ചിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുത്ത് ഒരു മുട്ട പൊട്ടിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വഴറ്റി റെഡിയാക്കി വെക്കണം. പിന്നെ നമ്മൾ പഴം വേവാനായിട്ടൊന്ന് അടച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് അടച്ച് വെച്ചാൽ പഴം ജസ്റ്റ് ഒന്ന് വെന്തതിന് ശേഷം നമ്മളതൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം. നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഉടച്ചെടുക്കുന്ന പോലെ ചൂടിൽ തന്നെ നമ്മുടെ ഈ പഴവും മുട്ടയും എല്ലാം കൂടി ഒരുമിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കണം. അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്, അല്ലാതെ നമ്മുടെ പഴം പുഴുങ്ങിയിട്ട് ഇതുപോലെ ഉടച്ചെടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അങ്ങനെ നമ്മുടെ ഈ പഴം ഉടച്ചെടുത്ത പഴം നമ്മൾ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ റെഡിയാക്കണം. നിങ്ങൾക്ക് വലിപ്പത്തിനനുസരിച്ചിട്ട് റെഡിയാക്കാം. എന്നിട്ട് ഇതൊന്ന് നമ്മുടെ മുട്ടയിൽ ഒന്ന് മുക്കി നമ്മൾ ബ്രെഡ് പൊടിയിലൊന്ന് കോട്ട് ചെയ്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്യണം. അപ്പം അത്രയേ ഉള്ളൂ പണി. അപ്പം ഞാനിത് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കുന്നതിനനുസരിച്ചിട്ട് സിസ്റ്റർ അത് ബ്രെഡ് പൊടിയിൽ കോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ആളുടെ മോൻ എണീറ്റ് കരഞ്ഞപ്പോൾ ആളങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പഴം കട്ട്ലേറ്റ് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ എല്ലാം മുട്ടയിലും അതുപോലെ ബ്രെഡിലും ഒന്ന് കോട്ട് ചെയ്ത് ഒന്ന് ഫ്രൈ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ പണി. അപ്പോൾ ആളിന്ന് നല്ല മൂഡിലല്ല എണീറ്റ് വന്നിട്ടുള്ളത്, ആകെ കരച്ചിലാണ് കേട്ടോ. അങ്ങനെ നമ്മളത് സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാനൊരു മസാല റെഡിയാക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഉള്ളിയും അതുപോലെ കുറച്ച് തക്കാളിയും പിന്നെ അത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ചിക്കൻ റോളിൻ്റെ മസാല. അപ്പോൾ അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഞാനിന്ന് കുറച്ച് ചിക്കൻ മസാലപ്പൊടിയും അതുപോലെ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇന്നലെ ഞാൻ ഈ ചിക്കൻ വേവിച്ചിട്ട് ജസ്റ്റ് ഇട്ട് കൊടുക്കുകയേ ചെയ്തിട്ടുള്ളൂ. ഇന്ന് ഞാൻ ചിക്കൻ വേവിച്ച് അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലയും
അതുപോലെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ട് ഒന്ന് വെറൈറ്റി ആയിട്ടുള്ളൊരു മസാലയാട്ടോ ഉണ്ടാക്കുന്നത്. എപ്പോഴും പോലെ ഉണ്ടാക്കുമ്പോൾ അതൊരു ടേസ്റ്റ് ബോറടിക്കും. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു പാത്രത്തിലേക്കൊരു 4 മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിലേക്ക് നമ്മുടെ ഈ മസാല തണുത്തതിന് ശേഷം അതിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് പിന്നെ ആ മസാലയും മുട്ടയും എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് ചൂടോടെ ഇട്ട് കൊടുക്കാൻ പാടില്ല, കുറച്ച് തണുത്തതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പം ഞാനിന്നൊരു ഇറച്ചി കേക്ക് അങ്ങനെയാട്ടോ നമ്മളിതിന് പറയുന്നത്. അപ്പം ഇതാ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ഈ കായ്പോളയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരു പാനിലേക്ക് ഓയിലൊന്ന് തടവി കൊടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 30 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഇറച്ചി കേക്ക് റെഡിയാവും കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ സ്നാക്സ്. നമ്മുടെ ഇത് കട്ട്ലേറ്റ് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇറച്ചി കേക്കും കൂടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റാണ്. അറിയാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണേ. എന്താ ജ്യൂസ് നാസില സ്പെഷ്യൽ തണ്ണിമത്ത യുദ്ധം കഴിയാം. അങ്ങനെ നമ്മുടെ ജ്യൂസും റെഡി ആയിട്ടുണ്ട്. പിന്നെ നാച്ചീൻ്റെ സ്പെഷ്യലായിട്ടുള്ള നല്ലൊരു അടിപൊളി ഫ്രൂട്ട് സാലഡും റെഡിയാക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ ഫ്രൂട്ട് സാലഡ് അതുപോലെ പുഡിങ് കേക്ക് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്നത് നാച്ചീൻ്റെ ഡ്യൂട്ടി കേട്ടോ. ആൾ അതിലൊക്കെ എക്സ്പേർട്ടാണ്. അപ്പം നല്ലൊരു അടിപൊളി ഫ്രൂട്ട് സാലഡും കൂടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ നോമ്പ് തുറേൻ്റെ പരിപാടിയൊക്കെ തീരാറായിട്ടുണ്ട്. ഇനിയാണ് അടുത്ത മെയിൻ പരിപാടി. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു പരിപാടി കേട്ടോ. നമ്മുടെ പത്തൽ ചുടാന്നുള്ളത് കുറേ ടൈമും എടുക്കും, കുറേ എഫേർട്ടും വേണം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷേ ചുടാതിരിക്കാനും പറ്റൂല. അപ്പം ഞാൻ നമ്മുടെ പൊടി ഇത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പൊടിക്കുന്ന കേട്ടോ. നമ്മൾ സാധാരണ റേഷൻ അരി വെച്ചിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കഴുകി ഉണക്കി മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിച്ചെടുക്കുന്ന പൊടിയാട്ടോ ഇത്. നോമ്പൊക്കെ ആയാൽ കുറച്ച് കൂടുതൽ പൊടിച്ച് വെക്കും. കാരണം ഇത് ഏറ്റവും കൂടുതൽ ചിലവാകുന്നത് നോമ്പിൻ്റെ സമയത്താട്ടോ. നോമ്പിനും അതുപോലെ അത്താഴത്തിനും ഒക്കെ പത്തൽ നമുക്ക് മസ്റ്റാണ്. അപ്പോൾ ഞാൻ പത്തലൊന്ന് നന്നായിട്ട് കുഴച്ച് സാധാരണ നോർമൽ വെള്ളത്തിൽ കുഴച്ച് ഇതുപോലെ ഒന്ന് പരത്തി ചുട്ടെടുക്കുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ നോമ്പിൻ്റെ മെയിൻ പരിപാടി, പത്തൽ ചുടുക എന്നുള്ളത്. നോമ്പിനാകുമ്പോൾ കുറച്ച് കൂടുതൽ ചുടേണ്ടി വരും. അങ്ങനെ നമ്മുടെ പത്തലും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ പത്തലൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടാട്ടോ ഞാൻ ലാസ്റ്റാണ് നമ്മുടെ കട്ട്ലേറ്റ്, നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കട്ട്ലേറ്റ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഏകദേശം ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പൊക്കെ ഇത് ഫ്രൈ ചെയ്താൽ മതിയാവും. അപ്പോഴാണിത് കൂടുതൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. നമ്മുടെ ബ്രെഡ് പൊടിയുടെ ആ ഒരു ക്രിസ്പിനെസ് കിട്ടണമെങ്കിൽ ആ ഒരു ചൂടിൽ തന്നെ കഴിക്കണം കേട്ടോ. തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ നമ്മുടെ കട്ട്ലേറ്റ് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട്. നോമ്പൊക്കെ തുറക്കുമ്പോൾ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ലൈറ്റായിട്ടുള്ളൊരു സ്നാക്ക് കേട്ടോ ഇത്. കൂടുതൽ ഓയിലി ഒന്നും ഇല്ലാത്ത പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്ക് കേട്ടോ ഇത്. സാധാരണ നമ്മൾ കൂടുതൽ ഓയിലി ആയിട്ടുള്ള ഫുഡൊക്കെ നോമ്പ് തുറന്നപ്പോൾ തന്നെ കഴിക്കുമ്പോൾ നമുക്ക് ചിലപ്പം ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പം ഇതുപോലെയുള്ള സ്നാക്സൊക്കെ റെഡിയാക്കിയാൽ മതി കേട്ടോ. കൂടുതൽ കുറച്ച് മാത്രം ഓയിലി ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റാണ്. മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലോണം ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് ആട്ടോ ഈ പഴം കട്ട്ലേറ്റ്. നമ്മൾ സാധാരണ ചിക്കൻ്റെത് ബീഫിൻ്റെത് വെജിറ്റബിൾ കട്ട്ലേറ്റ് അങ്ങനെയൊക്കെ അല്ലേ കൂടുതലായിട്ട് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇതുപോലെ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്ക് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്, ഒരു വെറൈറ്റിയാണ്. അങ്ങനെ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ നോമ്പ് തുറൻ്റെ കൂടെ പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഫുള്ള് ഉണ്ടാക്കിയിട്ടില്ല, കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബാലൻസ് ഉണ്ടായിരുന്നത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് അതെടുത്തിട്ടില്ലെങ്കിൽ പിന്നെ അത് 2-3 ദിവസം കഴിഞ്ഞാൽ അതങ്ങ് കളയും. അപ്പോൾ അതൊന്ന് പൊരിച്ച് റെഡിയാക്കി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ നോമ്പ് തുറക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ എല്ലാവരും എടുത്ത് അതങ്ങ് തീരും, അതങ്ങനെ വേസ്റ്റ് ആവില്ല. അതുകൊണ്ട് ഞാൻ ആ ഒരു മാവ് നേരത്തെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ച് അതൊന്ന് തണുപ്പൊക്കെ മാറിയതിന് ശേഷം അതും കൂടി ഒന്ന് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതും കൂടി റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്നാക്സ്, അതായത് നമ്മുടെ നോമ്പ് തുറൻ്റെ സ്നാക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ പഴംപൊരിയും
പൊരിച്ചെടുത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ നോമ്പുതറയുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. മുട്ടക്കറിയും അതുപോലെ ഇറച്ചി കേക്ക് കട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് അതൊന്ന് കൊളായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കട്ട്ലേറ്റും പഴംപൊരിയും പത്തലും നല്ല ഫ്രൂട്ട് സാലഡും ജ്യൂസൊക്കെ ആയിട്ട്